പി.വി. അൻവർ എം.എൽ.എയുടെ ആരോപണങ്ങളിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നില്ല സർക്കാർ. ADGP M.R. അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ DGP നേരിട്ട് അന്വേഷിക്കും. ക്രമസമാധാന ചുമതലയിൽ നിന്ന് തൽക്കാലം ADGP നീക്കില്ല. SP സുജിത് ദാസിനെതിരായ നടപടി ഒരു സ്ഥലം മാറ്റത്തിൽ ഒതുക്കി. വിവാദങ്ങൾക്കിടെ പി.വി. അൻവർ എം.എൽ.എ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്നു. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ വലിയ സമ്മർദ്ദത്തിൻ്റെ പിന്നാലെയാണ് ഇത്തരമൊരു തീരുമാനം സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി എടുത്തത് എന്ന ആരോപണം ഉയരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. പി.വി. അൻവർ എം.എൽ.എ കഴിഞ്ഞ 2 ദിവസമായി ഉയർത്തിയ ആരോപണങ്ങൾ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഇതിനു മുമ്പ് ഉയർന്നു കാണത്തില്ല. കാരണം ഒന്ന്, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP ആണ്, മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ഈ കടുത്ത ആരോപണങ്ങൾ അല്ലെങ്കിൽ ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടും ഇവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. കാരണം കഴിഞ്ഞ ദിവസം പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ പരസ്യമായിട്ടാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണം പ്രഖ്യാപിച്ചത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് കുറ്റക്കാർക്കെതിരെ യാതൊരു തരത്തിലുമുള്ള ദാക്ഷിണ്യവും ഉണ്ടാകില്ല, മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകും തുടങ്ങിയ ചില പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വൈകുന്നേരത്തോടുകൂടി M.R. അജിത് കുമാറിനെയും അതോടൊപ്പം തന്നെ M.R. അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും അതോടൊപ്പം P. ശശിക്കെതിരെ ഉള്ള ഒരു തീരുമാനം രാഷ്ട്രീയമായി എടുക്കാനുള്ള ഒരു നീക്കമുണ്ടാകുകയും ചെയ്യുമെന്നൊക്കെയായിരുന്നു പ്രതീക്ഷ. പക്ഷേ അപ്പോഴും രാത്രി വൈകി DGPയുമായി നടത്തിയ ചർച്ചയ്ക്കൊക്കെ ശേഷം M.R. അജിത് കുമാർ സ്ഥാനത്ത് തന്നെ തുടരട്ടെ എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തുകയായിരുന്നു. കടുത്ത സമ്മർദ്ദമാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കാരണം M.R. അജിത് കുമാറിനെ മാറ്റിക്കഴിഞ്ഞാൽ P. ശശിയും പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വരും. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി M.R. അജിത് കുമാർ ഇപ്പോഴുള്ള ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP എന്ന നിലയിൽ തന്നെ തുടരട്ടെ എന്ന ധാരണയിലെത്തുകയായിരുന്നു. ഈ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി DGPയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല സംഘത്തെ രൂപീകരിച്ചു. അപ്പോഴും ഉയർന്നൊരു ചോദ്യം, ക്രമസമാധാന പാലന ചുമതലയിൽ എന്ന് പറയുന്ന അത്രയും സുപ്രധാനമായ ഒരു തസ്തികയിൽ ഇരുന്നു കൊണ്ട് M.R. അജിത് കുമാറിനെ തുടരാൻ അനുവദിച്ചുകൊണ്ട് എന്തിന് അന്വേഷണം നടത്തുന്നു? കാരണം ഈ ഒരു അന്വേഷണം ഒരു പ്രഹസനമായി മാറില്ലേ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രതിപക്ഷം ഉൾപ്പെടെ ഈ ചോദ്യം ഇന്ന് ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല പ്രതിപക്ഷം നേരത്തെ തന്നെ ഈ ഇത്തരം സംഭവങ്ങളും ഈ കേസുകളുമെല്ലാം അന്വേഷണം CBIക്ക് വിടണം എന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പി.വി. അൻവർ എം.എൽ.എ ഇന്ന് മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നത്. M.R. അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ അദ്ദേഹം ആവശ്യപ്പെടും. മാത്രവുമല്ല M.R. അജിത് കുമാർ നടത്തിയ ഇടപാടുകൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൈമാറും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഉച്ച കഴിഞ്ഞിട്ടാകും പി.വി. അൻവർ മുഖ്യമന്ത്രിയെ കാണുക. ഏതായാലും കടുത്ത ഗുരുതരമായ ആരോപണങ്ങളാണ് സംസ്ഥാനത്തെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചരിത്രത്തിൽ ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു ഭരണകക്ഷി M.L.A തന്നെ ഉയർത്തുന്നത്. പി.വി. അൻവറിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഭരണകക്ഷിയിലെ ഏറ്റവും ശക്തനായ ഒരു M.L.A ആണ്, പാർട്ടിയുമായി അത്രയേറെ അടുത്ത് നിൽക്കുന്ന ഒരു M.L.A കൂടിയാണ്. സ്വാഭാവികമായും പി.വി. അൻവർ ഉയർത്തുന്ന ഈ ആരോപണങ്ങൾ പാർട്ടിയുടെ ഒരു പിന്തുണയില്ലാതെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയുമോ എന്ന സംശയങ്ങളൊക്കെ ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. മാത്രമല്ല പി.വി. അൻവർ ഈ ആരോപണം ഉന്നയിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന സമയം, അതാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സ്വാഭാവികമായും പി.വി. അൻവറിൻ്റെ ആരോപണങ്ങളടക്കം ഈ സമ്മേളനങ്ങളിൽ ചർച്ചയാകുകയും ചെയ്യും. SKN. ഓക്കെ, താങ്ക് യു VA ഗിരീഷ്. ഒരുപാട് പ്രേക്ഷകർ രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സുപ്രഭാതം. അതേപോലെ പുതപ്പിനടിയിൽ ഇപ്പോഴും കിടക്കുന്ന ചില ആളുകളൊക്കെ ഇതെങ്ങനെ മനസ്സിലായി? 24 വല്ല ടെക്നോളജി ഉണ്ട്. ടെക്നോളജി അല്ലേ ഇവിടെ ഉള്ളത്? നിങ്ങളെയൊക്കെ ഒരു ടവർ ലൊക്കേഷനിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മറക്കണ്ട. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റും 4 സെക്കൻഡും. നിങ്ങൾക്കറിയുന്നത് പോലെ ADGP M.R. അജിത് കുമാറിൻ്റെ കാര്യത്തിലും P. ശശിയുടെ കാര്യത്തിലും പെട്ടെന്ന് ചാടിക്കയറി ഒരു തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. ഒരു മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി DGPയോട് ഒരു അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രി. അപ്പോൾ ഇതിൽ അന്തർഭവിച്ചിരിക്കുന്ന രാഷ്ട്രീയം എന്താണ്? ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്നും തത്സമയം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷണങ്ങളുമായി. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ, വിശദാംശങ്ങൾ എന്തൊക്കെ? SKN, രാഷ്ട്രീയമായ കാരണങ്ങൾ തന്നെയാണ് ADGP M.R. അജിത് കുമാറിൻ്റെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും നേരത്തെ കൊല്ലം M.L.A M. മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളിലും അതിനു പിന്നിലും അത്തരത്തിൽ സംരക്ഷിച്ച് നിർത്തുന്നതിന് പിന്നിലൊക്കെ രാഷ്ട്രീയമായ കാരണങ്ങൾ തന്നെയായിരുന്നു. ഒരു വകുപ്പിലെ ഉദ്യോഗസ്ഥനെതിരെ, അതായത് ADGP M.R. അജിത് കുമാറിനെതിരെ മാത്രമാണ് പി.വി. അൻവർ ആരോപണം ഉന്നയിച്ചിരുന്നതെങ്കിൽ അത് വകുപ്പ് തല അന്വേഷണത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു നടപടിയിലോ അത്
ഒതുങ്ങുമായിരുന്നു. പക്ഷേ ആ നിലയിലുള്ള ആരോപണമല്ല PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അതിനപ്പുറം വകുപ്പ് തലത്തിലുള്ള ആരോപണം എന്നതിനപ്പുറത്തേക്ക് അതിന് രാഷ്ട്രീയമായ പല മാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ അങ്ങേയറ്റം വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നതാണ്, അതിനെ സാധൂകരിക്കും എന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമായി ബന്ധപ്പെട്ട കാര്യം. അത് രാഷ്ട്രീയ നിയമനമാണ്. P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം കൈയാളുന്നതിൽ അല്ലെങ്കിൽ ആ പദവിയിൽ തുടരുന്നതിൽ CPIഎമ്മിലെ പലർക്കും അതൃപ്തിയുണ്ട്, CPIക്ക് അതൃപ്തിയുണ്ട്. അത്തരത്തിലുള്ള രാഷ്ട്രീയമായ പല എതിർപ്പുകളും അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി P ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് P ശശി ഒഴിവായതിനു ശേഷം പിന്നീട് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുന്നതൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നടപടികൾ തെറ്റാണ് എന്ന കാര്യം സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയമായ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട്, നേരത്തെ ഗിരീഷ് പറഞ്ഞതുപോലെ CPIഎമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടരുകയാണ്. ഇനി ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ഏരിയ സമ്മേളനങ്ങളിലേക്കും ജില്ലാ സമ്മേളനങ്ങളിലേക്കുമൊക്കെ പോകേണ്ടതുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ പ്രതിപക്ഷ ആരോപണം ശരിവെക്കും വിധം ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണ്, മുഖ്യമന്ത്രിക്ക് ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ സമ്മതിച്ചു കൊടുക്കലാകും ഇതിൻ്റെ ഫലം. അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു ആരോപണങ്ങൾക്കോ അല്ലെങ്കിൽ എതിർപ്പുകൾക്കോ ഒന്നും വഴങ്ങേണ്ടതില്ല എന്നാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഇന്നലെ രാവിലെ കേരള പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ പരസ്യമായാണ് അന്വേഷണ പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയത്. അസാധാരണമായ ഒരു നടപടി എന്ന് വേണമെങ്കിൽ, കാരണം ഈ പൊതുസമ്മേളന വേദിയിൽ വെച്ചൊക്കെ അന്വേഷണം പ്രഖ്യാപിക്കുക എന്നത് അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കം കേരളത്തിൽ ശീലമില്ലാത്തതാണ്. അങ്ങനെ ഒരു കീഴ്വഴക്ക ലംഘനത്തിനും അതോടൊപ്പം തന്നെ ഈ പരസ്യമായ അന്വേഷണ പ്രഖ്യാപനത്തിനും മുഖ്യമന്ത്രി തയ്യാറായി. അതിനുശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെത്തി. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രി DGP ഷേഖ് ദർവേഷ് സാഹിബുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തിയത്. മണിക്കൂറുകളോളം ഈ കൂടിക്കാഴ്ച നീണ്ടു. ഈ കൂടിക്കാഴ്ചയിലാണ് ആരൊക്കെ ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടാവണം എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചത്. ഷേഖ് ദർവേഷ് സാഹിബ് അടുത്ത വർഷം ജൂലൈ 31 വിരമിക്കുകയാണ്. തുടർന്ന് ഈ സ്ഥാനത്തേക്ക് എത്തേണ്ട ആളാണ് ADGP MR അജിത് കുമാർ. അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ പിന്നീട് ഈ ഷേഖ് ദർവേഷ് സാഹിബ് കഴിഞ്ഞാൽ ഈ അന്വേഷണ സംഘത്തിലെ മറ്റു ഉദ്യോഗസ്ഥരെല്ലാം MR അജിത് കുമാറിൻ്റെ കീഴുദ്യോഗസ്ഥരായിട്ട് വരേണ്ടവരാണ്. അവർ ഇത്തരത്തിൽ MR അജിത് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിൽ അതിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകും എന്ന കാര്യം അത് ആലോചിക്കാനേ കഴിയില്ല. ഏതായാലും നിലവിലിപ്പോൾ ഈ ഷേഖ് ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. PV അൻവർ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ എന്തായിരിക്കും മുഖ്യമന്ത്രി PV അൻവറിനോട് പറയുക? ഈ ആരോപണങ്ങളൊക്കെ ആദ്യ ദിവസം PV അൻവർ ആരോപണം ഉന്നയിക്കുന്നു. ആഭ്യന്തര വകുപ്പിനെതിരെ, P ശശിക്കെതിരെ, ADGP MR അജിത് കുമാറിനെതിരെ, പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസിനെതിരെയൊക്കെ ആരോപണം ഉന്നയിക്കുന്നു. ആ ആരോപണങ്ങൾ നിർത്തുന്നതിന് പാർട്ടി നേതൃത്വം ഇടപെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനു പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, PV അൻവറിന് പിന്നിൽ എന്ന കാര്യവും സംശയകരമാണ്. തുടർന്നാണ് അടുത്ത ദിവസങ്ങൾ PV അൻവർ കൂടുതൽ ആരോപണങ്ങൾ, കവടിയാറിൽ നിർമ്മിക്കുന്ന ADGP MR അജിത് കുമാറിൻ്റെ വീടടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ്ടും രംഗത്തെത്തിയിരുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തായിരിക്കും മുഖ്യമന്ത്രി PV അൻവറിനോട് പറയാൻ പോവുക എന്നത് ശ്രദ്ധേയമാണ്. PV അൻവർ ഇന്ന് പരാതി നൽകും മുഖ്യമന്ത്രിക്ക് എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ കൂടെ ഈ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായ തെളിവുകൾ കൂടി സമർപ്പിക്കുമോ? നേരത്തെ PV അൻവർ അവകാശപ്പെട്ടിരുന്നത് താൻ പരാതിക്കൊപ്പം തെളിവുകളും നൽകുമെന്നാണ്. അങ്ങനെ തെളിവുകൾ നൽകുമോ എന്നതും മറ്റൊരു കാര്യമാണ്. ഏതായാലും പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് സമരം ശക്തമാക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു ദിലീപ്കുമാർ. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഏറ്റവും വിവാദത്തിൻ്റെ കേന്ദ്രബിന്ദുവായി മാറാൻ ഈ തീരുമാനത്തിന് സാധ്യതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ദിലീപ്കുമാർ സൂചിപ്പിച്ചതുപോലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയാൽ അവർക്ക് എന്ത് റിപ്പോർട്ട് നൽകാൻ കഴിയുമെന്നുള്ള ഒരു സ്വാഭാവിക ചോദ്യം ഇതിൽ അന്തർഭവിക്കും.